എനിക്കൊരു ബ്യൂട്ടിഫുൾ ഷോട്ട് കിട്ടി. ഞാൻ വെറുതെ അവിടെ നോക്കി ഇവര് ഇത് എടുക്കുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ഓക്കെ, സോ അപ്പം ഞാൻ ആ ഫോട്ടോഗ്രാഫറോട് ചോദിച്ചു എനിക്കൊരു ഫോട്ടോ എടുത്ത് തരാമെന്നാണ് ചോദിച്ചത്. പക്ഷെ അവർ വിചാരിച്ച് ഞാൻ അവരുടെ കൂടെ നിന്നെടുക്കാനായിരുന്നു. God, I'll show you something. Okay. See? എന്താ മനസ്സിലായോ? ടോട്ടോയിസ് ആണ്, ഫുള്ള് ടോട്ടോയിസ് ആണ്. ഓക്കെ, സി I'll show you. See? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ഇന്ത്യക്കാർക്ക് വി ഷുഡ് പ്രൗഡ് ഓഫ് ദാറ്റ് ആക്ച്വലി ബിക്കോസ് നമ്മുടെ സാക്ഷാൽ രവീന്ദ്രനാഥ ടാഗോർ, ഓക്കെ, സോ അദ്ദേഹം ഇവിടെ താമസിച്ചിട്ടുണ്ട് ഫോർ സെവറൽ മന്ത്സ്. ഇവിടെ ഈ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് അവിടെ എടുത്ത പോയമാണ് അദ്ദേഹം എടുത്ത സ്ട്രേ ബ്രേഡ്സ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, പോയമുണ്ട്. അത് എഴുതിയത് ഈ വീട്ടിൽ വെച്ചിട്ടാണ്. അതിൻ്റെ ഒരു ഭാഗം എന്താ ഭൂകമ്പത്തിലൊക്കെ തകർന്നു പോയ ഒരു ഇതുണ്ട്. അത് എന്ത് തകർന്നാലും അതിൽ നിന്നൊക്കെ എന്താ പറയാ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ജനതയാണ് ജാപ്പനീസ്. ഓക്കെ, സീരിയസ്ലി ഹാറ്റ്സ് ഓഫ്. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഇന്ന് നല്ല സണ്ണി ഡേ ആയതുകൊണ്ട് ഓക്കെ പെട്ടെന്ന് റെഡി അറിയാമായിരുന്നു. ഇന്ന് നാളെയും കുറച്ച് ഭേദമാണ്. ഓക്കെ, സോ പക്ഷേ ഈ ഒരാഴ്ച മഴ നനഞ്ഞ് സത്യം പറഞ്ഞാൽ ബാക്ക് പെയിൻ എഴുതേക്കാനേ തോന്നുന്നില്ലായിരുന്നു. 8 o'clock ഇത് വെതർ നോക്കാനേ എനിക്ക് ജെല്ല് തുറക്കാനേ മടിയായി. കാരണം അറിയാം നല്ല വെതറാണ്. പക്ഷേ ഇനി ഒരു എന്താ പറയുക ബ്രീത്ത് ചെയ്യാൻ പറ്റിയൊരു ഡ്രസ്സ് ഇടാനും ഓക്കെ മറ്റേതെല്ലാം 5-6 വലിച്ച് കയറ്റി നടക്കുമ്പം എന്താ പറയുക ഒരു രക്ഷയില്ലായിരുന്നു. ഓക്കെ, സോ ഇന്ന് കുറച്ചൊന്ന് എന്താ പറയുക ബ്രീത്ത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. എന്നൊക്കെ എന്തായാലും ഇറ്റ്സ് നോട്ട് വെൽ പ്ലാൻഡ്. പക്ഷെ നോക്കാം ഞാൻ. ഓക്കെ, സോ ഫൈനലി കുറച്ച് സൺ കണ്ട് ഇവിടെ വന്നതിന് ശേഷം ഓക്കെ ഫസ്റ്റ് ഫ്യൂ ഡേയ്സ് 4 days അങ്ങോട്ട് നന്നായിട്ട് 2 weeks ആയല്ലോ. ഫസ്റ്റ് 4 days നന്നായിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തായിരുന്നു. പക്ഷേ 4-5 days ഐ തിങ്ക്. അത് കഴിഞ്ഞ് കുറച്ച് പക്ഷേ ഫസ്റ്റ് ആയത് ഈ സമയത്താണ്. ഓക്കെ, സോ ആക്ച്വലി I think I'll catch up some bus or something. കാരണം ഇവിടെ നമുക്ക് ഫുള്ള് എനിക്ക് കാണാൻ അറിയാം. ഓക്കെ, സോ ഒരു ആഫ്റ്റർനൂൺ വന്നിട്ട് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഏതെങ്കിലും ബസ് കയറി എങ്ങോട്ടെങ്കിലും പോകാം. സോ ആസ് യൂഷ്വൽ. ഓക്കെ, കാരണം ഇവിടെ എന്താണെന്ന് എനിക്കറിയാം. ഇതാണ് ഹമ്പ്. ഓക്കെ, ഇതാണ് ഫുള്ള് എല്ലാം ഇക്കുന്ന ഈ സറൗണ്ടിങ്സിലാണ്. പക്ഷേ 2 kilometers എല്ലാം ഉണ്ട്. ബട്ട് ഓക്കെ
ഐ വാണ്ട് ടു ഗോ. ബസ് പോയി. ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ബസ് എടുത്തല്ലോ, കോളേജ് ബസ്. ഇവിടെ പറഞ്ഞാൽ അത് പറയാൻ പറ്റും. ഒരുപാട് യൂണിവേഴ്സിറ്റി ഇന്നലെ ഞാൻ പോയേ. ആ വില്ലേജ് കണ്ടവർക്കറിയാം, അവിടെ ഒന്നുമില്ല. ഓക്കെ, അങ്ങ് പാടത്തിന് നമുക്കൊരു വെല്ലിംഗ് മെഷീനുണ്ട്, അല്ലാതെ ഒന്നുമില്ല. ബട്ട് സ്റ്റിൽ എൻജോയ്ഡ്. ഓക്കെ, എന്നിട്ട് എനിക്ക് ആ മഴയത്ത് നടക്കാനൊക്കെ ഇഷ്ടം തോന്നി. നല്ല ഒരു കാം ആൻഡ് ക്വയറ്റ്. ഓക്കെ, ഈ സിറ്റിയുടെ ഹസിൽ ബസ്സിലില്ലാതെ. പക്ഷേ ഇത് അവിടെ ഞാൻ തിരിച്ചു വന്നപ്പോൾ പിന്നെ ഞാൻ ഫോൺ ബാഗിൽ നിന്ന് വെച്ച് എടുത്തില്ല. കാര്യം പിന്നെ ആ ഷോപ്പിങ്ങും എല്ലാം കഴിഞ്ഞ് കുറേ ഇതായി. ആക്ച്വലി അവിടുന്ന് ഞാൻ പോയത് ആ ഒരു വില്ലേജിൻ്റെ ബസ് മാത്രമാണ്, എപ്പോഴും പോകുന്നുണ്ട്. ഓക്കെ, ആ ഷോപ്പിംഗ് ഏരിയ ആ ഒരു ചെറിയ സ്റ്റേഷനാണ്. ആ വില്ലേജിൽ നിന്നുള്ള അവിടെ ഒന്നും ഷോപ്സ് ഒന്നും കണ്ടില്ലല്ലോ. ഫുള്ള് 4 ഫ്ലോർ മൊത്തം ട്രെയിൻ സ്റ്റേഷൻ്റെ മുകളിൽ എന്താ പറയുക, ഫുള്ള് ഷോപ്പിംഗ് ഏരിയയാണ്. ഫുള്ളുണ്ടായിരുന്നു. ഓക്കെ, സോ അവിടെ നല്ല എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. താഴെ വന്നപ്പം ഫുള്ള് എന്താ പറയുക, നല്ല റെസ്റ്റോറൻറ്റ്സ്, കുസീൻസ്, ഡിഫറെൻറ്റ് വെറൈറ്റീസ്. ഞാൻ ബാഗ്സൊക്കെ മേടിച്ചില്ലേ, നല്ല ഇവിടുത്തെ ജാപ്പനീസ് തനിമയുള്ള ബ്രെഡൊക്കെ കണ്ടപ്പോൾ കൊതിയാവുന്നു, അത്ര നല്ല സോഫ്റ്റ് ആൻഡ് ഇത്. ഓക്കെ, ഇതൊരു ബസ് സ്റ്റോപ്പാണ്. ഇവിടെ എന്നോട് നോക്കാം ഇനി എങ്ങോട്ട് പോകണമെന്ന്. അപ്പോൾ അവിടെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പോൾ ഞാൻ വന്നിറങ്ങിയ ബസ് സ്റ്റേഷനോട്ട് പോകുമ്പോൾ കാണുന്ന അടുത്ത ബസ് കോളേജ് യൂണിവേഴ്സിറ്റീസ് ബസ്സാണ്. അപ്പോൾ അതാണ് ഈ ജപ്പാൻ്റെ വേറൊരു പ്രത്യേകത, അറിയാമല്ലോ, ലോട്ട് ഓഫ് യൂണിവേഴ്സിറ്റീസ്. ഓക്കെ, സോ അത് ആ വില്ലേജിലും എത്ര യൂണിവേഴ്സിറ്റി ഉണ്ടെന്ന് അറിയത്തില്ല, കാരണം അതിലേക്ക് ബസ് പോകുന്നുണ്ട്. ബസ് ഫോർ യൂണിവേഴ്സിറ്റി, എന്ത് യൂണിവേഴ്സിറ്റി ആയിരുന്നു ഞാൻ മറന്നു, ഏതോ ഒരു യൂണിവേഴ്സിറ്റി എന്നും പറഞ്ഞിട്ടായിരുന്നു പോയത്. സോ അങ്ങനെ അതാണ് ആ വില്ലേജിലൊക്കെ പഠിക്കുന്ന പിള്ളേർ തന്നെ മനസ്സുകൊണ്ട് നല്ല ഇതാവും. പിന്നെ എന്താ പറയുക, ഓക്കെ, അവിടെ ജീവിക്കുന്നവരും ഭാഗ്യം ചെയ്തവർ. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ അക്കിയ ഹൗസ്, ഞാൻ വന്നിട്ട് പുള്ളിക്കാരോട് പറഞ്ഞു ഞാനവിടെ ഒരു അക്കിയ ഹൗസ് കണ്ട്. കാരണം നമുക്ക് റിന്യൂ ചെയ്തെടുക്കണം, ഗവൺമെൻറ്റിന് ടാക്സ് കൊടുത്തിട്ട്. പിന്നെ കുറച്ച് ലോങ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആ ഒരു ബസ് സിറ്റി ബസ് പോകുന്നു. ഓക്കെ, അങ്ങനെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ബട്ട് അത് എന്താ പറയുക, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ വീട് അക്കിയ ഹൗസ് എടുത്ത് താമസിക്കാം. അക്കിയ ഹൗസ് മീൻസ് അബാൻഡൻ ഹൗസസ്. ഓക്കെ, സോ അതെടുത്ത് നമുക്ക് താമസിക്കാം. ചിലതിനൊക്കെ നല്ല പൈസയാവും മെയിൻറ്റെയിൻ ചെയ്ത് വരുമ്പോൾ. പക്ഷേ ഇന്നലെ ഞാൻ കണ്ടതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഇൻറ്റീരിയർ അതിനകത്ത് ഫർണിച്ചറൊക്കെ എനിക്ക് കാണാമായിരുന്നു. നല്ല ക്ലാസി ഫർണിച്ചർ, നല്ല 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 സൂപ്പർ ആ ഒരു ഏരിയ എല്ലാം കൂടെ വെച്ചിട്ട് കുഞ്ഞു വീട്. ഓക്കെ, നല്ല ഗാർഡൻ, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയ നല്ല ഗാർഡൻ. ദാറ്റ്സ് ഇനഫ്. പിന്നെ മുമ്പിലോട്ട് നമ്മൾ റോഡിൽ വന്ന് മെയിൻ റോഡിൽ വന്നാൽ എപ്പോഴും ബസ്സുണ്ട്, ബസ് ടു ആക്സസ്. ഓക്കെ, സ്റ്റേഷൻ. സോ എപ്പോഴും ഉണ്ട് അവിടെ. ആരുമില്ല, ഒരാൾക്ക് വേണ്ടിയിട്ട് പോലും ആ ബസ് ഇങ്ങനെ വന്നു പോകുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. ഓക്കെ, സോ അതൊക്കെയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയ യാമിനിഷ്ട പാർക്ക്, സുന്ദർ പിയർ, ബിക്കോസ് അത് ഞാൻ പറഞ്ഞില്ലേ, പോർട്ട്, യോക്കോഹാമ പോർട്ട് ഈസ് എ ഫേമസ് പോർട്ട്. ഓക്കെ, അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ പറയാം അവിടെ പോകുമ്പം. ഓക്കെ, സോ നമുക്കിനി അടുത്ത് ഇവിടെ എന്താണെന്ന് നോക്കാം. അങ്ങനെ നടന്ന് ഇവിടെ ഒരു ബസ് സ്റ്റോപ്പിൽ, കാരണം നമ്മുടെ അവിടെ നിന്ന് കുറച്ച് ടേൺ ചെയ്യണമായിരുന്നു. കാരണം ഈ പോകുന്ന റൂട്ടിലോട്ടുള്ള ബസ് ഇവിടെ ഏതെങ്കിലും, കാരണം ഇത് ഇവിടെ മൊത്തം എഴുതി വെച്ചേക്കുന്നത് യോക്കോഹാമ ഷിയാക്കുഷോ കിറ്റ പ്ലാസ, അത്രയേ ഉള്ളൂ ഇംഗ്ലീഷ്. ഓക്കെ, ബാക്കിയെല്ലാം ജാപ്പനീസില്ല. ഞാനപ്പോൾ അവിടെ നിന്നൊരു കുട്ടി ഇവിടെ ചോദിച്ചു, ഇവിടെയുള്ള ആൾക്കാരോട് അങ്ങനെയാണ് അവർ, നമ്മളെന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ അവർ എന്താ പറയുക, അത് കൊണ്ടുവന്ന്, കാരണം അവർക്കറിയാം നമുക്ക് അറിയില്ല, പിന്നെ അവർക്ക് ഇംഗ്ലീഷ് മാത്രമേ കൊണ്ട് അറിയില്ല. ബെറ്റർ വേ അവർ നമ്മുടെ കൂടെ വന്ന് കാണിച്ചു തരും. ഓക്കെ, സോ എനിക്ക് എന്താ പറയുക, ഗോഡ് ഗ്രേസ് എപ്പോഴും ആ ഒരു ഇത് ടച്ച് ജോസഫിൻ്റെ ഉണ്ടാവാറുണ്ട്. ഓക്കെ, കാരണം ഇന്നലെ സ്റ്റേഷനിൽ ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ ഞാൻ ഈ തിരിച്ചു വരുമ്പോൾ ഫുൾ വീഡിയോ നിങ്ങൾക്ക് കാണിക്കുന്നില്ലല്ലോ. തിരിച്ചു വരുന്നത്, അങ്ങോട്ട് പോകുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് തോന്നും. ഈസി അല്ല അത്ര എന്നാലും. പക്ഷെ തിരിച്ചു വരുന്നത് നമ്മൾ അങ്ങോട്ട് 3 ട്രെയിൻ എടുത്താൽ ഇങ്ങോട്ട് 6 ട്രെയിൻ കൂടുതൽ എടുക്കേണ്ടി വരും. കാരണം ഡയറക്റ്റ് കിട്ടില്ല, ചെറിയ ചെറിയ സ്റ്റേഷനിൽ ഗെറ്റ് ഡൗൺ ചെയ്യാൻ വേണ്ടി വരും. ഓക്കെ, അത് എപ്പോഴും ആ ഒരു ഇത് ഞാൻ കാണുന്നുണ്ട്. സോ നമ്മൾ പോകുമ്പോൾ ഇന്നലെ പിന്നെ ഞാൻ അവിടുന്ന് ആ ഷോപ്പിങ്ങും എല്ലാം കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, വെള്ളം കുടിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഞാനത് ഫീൽ ചെയ്തില്ല. ഓക്കെ, എനിക്കറിയില്ല, ഞാൻ ഒട്ടും ഫീൽ ചെയ്തില്ല. ഞാൻ പറഞ്ഞില്ല എനിക്ക് റെസ്റ്റ് റൂം പോകണമെന്നൊക്കെ അവിടെ നിന്ന് പറഞ്ഞിട്ട് എനിക്ക്
പിന്നെ എനിക്കിതൊക്കെ മറന്ന് ഞാനങ്ങ് നടക്കുമായിരുന്നു ആ മഴയത്ത്. ഓക്കെ, പിന്നെ തിരിച്ച് സ്റ്റേഷനിൽ വന്ന് ഞാൻ പറയില്ല, അവിടെ 4th ഫ്ലോറിൽ വരെ 4 ഫ്ലോർ ഫുള്ള് ഇതായിരുന്നു, ഷോപ്പിംഗ് ഏരിയ ആയിരുന്നു. അങ്ങനെ അവിടെ നിന്നെല്ലാം കുഞ്ഞു 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 ഷോപ്പിങ്ങുകളും ഒക്കെ നടത്തിയെല്ലാം ഇങ്ങനെ തിരിച്ച് വന്ന് അപ്പോൾ ഇവിടെ എത്തിയപ്പം 6 or 8 അങ്ങാണ്ടായിരുന്നു ടൈം. ഞാനിപ്പോൾ അതായത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഏർലി സൂര്യൻ വരും, ആൻഡ് സൺസെറ്റും ഏർലിയാണ്. ഓക്കെ, 5 കഴിയുമ്പോഴത്തേക്ക് ഇരുട്ടാവാൻ തുടങ്ങും. സോ അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അതിൻ്റെ കൂടെ ഇന്നലത്തെ വെതർ, ആ മഴയും അതുപോലെ അവിടെ കണ്ടപ്പോൾ കണ്ടില്ലേ, ഫുൾ ഡാർക്ക്. സത്യം പറഞ്ഞാൽ ഇന്ന് നമുക്ക് ഇപ്പം ഇങ്ങനെയുള്ള സമയത്താണ് നമ്മൾ യൂറോപ്യൻസ് നമ്മൾ ഈ സണ്ണ് കാണുമ്പം ഭ്രാന്തെടുക്കുന്നത് മനസ്സിലാവുന്നത്. ഓക്കെ, ഒരു 5 days കണ്ടിന്യൂസ് റെയിനും തണുപ്പും. അത് ആക്ച്വലി റെയിനേക്കാൾ കൂടുതൽ നല്ല തണുപ്പാണ്. കോൾഡ് മീൻസ് അത് വിൻഡ് ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴത്തെ വിൻഡ് ഒരു AC, നല്ലൊരു AC-ലിരിക്കുന്ന എഫക്റ്റ് ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ഒരുമാതിരിയൊക്കെ എനിക്ക് എഫക്റ്റ് ചെയ്യത്തില്ല കോൾഡ് മീൻസ് ആ ഒരു വെതർ ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ ഇവിടെ വന്നിട്ട് അത് എന്താ പറയാ, ചില സമയത്ത് തീരെയും പറ്റിയില്ല. അത് ആ വിൻഡിന്റെ കൂടെ കൊണ്ടാണ്, അല്ലെങ്കിൽ ഓക്കെ. പക്ഷെ വിൻഡ് ഇറ്റ്സ് ഫ്രോസൺ ടൈപ്പ് വിൻഡ്. ഓക്കെ, എന്താ പറയുക, ഇന്നലെ അവിടുന്ന് ഉച്ചയ്ക്ക് അവിടുന്ന് തിരിച്ച് വൈകുന്നേരം തിരിച്ച് ബസ് സ്റ്റോപ്പിലെത്തിയപ്പോൾ ഒരു ഇത്തിരി സൺ എവിടുന്നോ വന്ന്, ആ സമയത്ത് പോലും സ്മോക്ക് വരുമായിരുന്നു. ഞാൻ ഇങ്ങനെ വെച്ചു നടക്കുമായിരുന്നു. ഓക്കെ, സോ ഇറ്റ്സ് എ സ്മോക്ക് ഒരു ബൈക്ക് പോയി അവിടെ. അതെന്താ എന്ന് കാണാനും യൂറോപ്യൻസ് അവര് വന്നിട്ട് വെയിലൊക്കെ നിൽക്കുകയാണ്, അവർ ലക്ഷ്യം വാങ്ങിക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മളിപ്പോ പോകുന്നത്, ഞാനിവിടെ ഒരു സാങ്കേൻ കാർഡ്, കാര്യം കാരണം ഞാൻ എന്താ പറയാ, കുറച്ചൊരു ഡിലമ്മ വന്നെനിക്ക്. കാരണം കൺഫ്യൂഷൻ, എന്ത് ചെയ്യണം. സോ ഐ വാണ്ട് ടു വൺ സക്കുറ പ്ലേസ് ഉണ്ട്. ഓക്കെ, ഇന്നലെ നമ്മൾ പോയത് സക്കുറ വില്ലേജ് ഉണ്ടായിരുന്നു. സക്കുറ ഇത് എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടുന്ന് ടോക്കിയോയും കഴിഞ്ഞ്, അതായത് നരിറ്റയ്ക്കും ടോക്കിയോയ്ക്കും ഇടയ്ക്കാണ്, നരിറ്റ എയർപോർട്ടും ടോക്കിയോയ്ക്കും ഇടയ്ക്കാണ്, അതായത് 2 hours ഇതിലാവും. ഓക്കെ, അപ്പം എന്നിട്ട് ഞാൻ പോകണം എന്ന് എനിക്ക് തോന്നി. എന്റെ കാര്യം ആയതുകൊണ്ട് പറയാൻ പറ്റില്ല, എപ്പോൾ വേണേലും പോകാം. പക്ഷെ 2 hours കൂടുതൽ എടുക്കും. 2 hour 16 minutes എന്ന് പറയുമ്പോഴത്തേക്ക് 3 hours കൂടുതൽ എടുക്കും, ഓട്ടോയും ട്രെയിനും എല്ലാം കൂടെ ചേഞ്ച് ചെയ്യുമ്പോഴൊക്കെ. ട്രെയിനിന്റെ മാത്രം ടൈമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ടൈമിങ് പറയുന്നതൊക്കെ ട്രെയിനിന്റെ മാത്രമാണ്, അതിനകത്ത് കിടന്ന് ഓടുന്നത് വേറെ ഉണ്ട്. സോ ടാക്സി ഉണ്ട്, ടാക്സി ഡോർ വിൽ ഓപ്പൺ ഓട്ടോമാറ്റിക്കലി. ബസിന്റെ കണക്ക് തനിയെ അടഞ്ഞോളും കേട്ടോ. ഫുഡ് റെസ്റ്റ് വന്നിട്ടും പോയി, ഞാൻ തിരിഞ്ഞിരുന്നോണ്ട് കിടക്കും. സോ ഇവിടുത്തെ ടാക്സി, ഇവിടെ ലിസ്റ്റ് ടാക്സി കിട്ടും. ഞാൻ പോയ തമാക്കുര എന്താ പറയാ, ഹസയില് ടാക്സി കിട്ടാത്ത സ്ഥലം. ഓക്കെ, നോ വേ, ടാക്സി ഇല്ല. കോപ്പിന്റെ ജീപ്പ്, കാർ, പോലീസ് കാർ. അപ്പോ ഇവിടത്തെ ടാക്സിയുടെ ചാർജ് എത്രയാണെന്ന് എനിക്കറിയത്തില്ല. ടോക്കിയോയിലൊക്കെ ഭയങ്കര ചാർജാണ്. ടോക്കിയോയിലാണ് ഞാൻ കയറിയിട്ടുള്ളത് ടാക്സിയിൽ. പിന്നെ ടാക്സി ചോദിച്ചിട്ട് കിട്ടിയില്ല. ഓക്കെ, പിന്നെ ഇതിപ്പം പ്ലസന്റ്, അതറിയാം, ബ്യൂട്ടിഫുൾ പ്ലസന്റ്. അതാ നമ്മൾ പോകുന്നത് ഞാൻ മറ്റേ സാങ്കൈൻ ഗാർഡൻ. ഓക്കെ, സാങ്കൈൻ ഗാർഡനിലോട്ടാണ് പോകുന്നത്. അവിടെ പിന്നെ 25 minutes എന്തോ ബസ് ഉണ്ട് ബസ്സിന്. പക്ഷെ ഇപ്പം ബസ് വരാനാ തന്നെ ഇപ്പം 10:16 ആണ് ബസ്. ഓക്കെ, സോ 10:56 ഞാൻ നേരത്തെ വന്നു. ഓക്കെ, സോ വെയിറ്റ് ചെയ്യാം. ഓക്കെ, 1 kilometerന് 500 N ആണ്. ഏതായത് 1 kilometer 500 N.
മോർണിംഗ്. ാണ് ഞാൻ വന്ന ബസ്. നല്ല ക്ലാസ്സി ഒരു ഡ്രൈവർ, ക്ലാസ്സി. സാങ്കേം പറ്റും. കറക്റ്റ് 26 മിനിറ്റ് കൊണ്ട് എത്തി. ഓക്കെ, ഞാന് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ സർക്കസ് കാണിക്കുന്ന കണ്ടുകൊണ്ട് ആക്ച്വലി ഇവിടെ ബസ്സിനകത്ത് ട്രാവൽ ചെയ്യുന്നത് കൂടുതലും പ്രായമുള്ളവരാണ്, ഏജ്ഡ് പീപ്പിളാണ് കേട്ടോ. പക്ഷെ അവര് വളരെ കൈൻഡാണ്. സോ ഞാനിത് കണ്ടോണ്ട് ഇവിടെ നിന്ന് ഞാനിങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാൻ, അപ്പൊ അവര് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നന്നായിട്ടുണ്ട് എന്നുള്ള വേണ്ടി കാണിച്ചിട്ട് ഓക്കെ. സോ ചിരിക്കുന്നത് എന്നെ പലൊരു വട്ട് കേസ് പോകുന്ന കാണുമ്പോൾ ആരായാലും ഒന്ന് നോക്കും. ആഹാ, അങ്ങോട്ടൊന്നും പോകുന്ന സ്ഥലമല്ല കേട്ടോ. പക്ഷെ നമുക്ക് കാരണം ഇന്ന് ഇത്രയും ഭംഗി തോന്നിക്കാൻ കാരണം ഇന്ന് സഫൂർ അത്ര ഭംഗിയായിട്ട് തോന്നാൻ കാരണം വെച്ചാൽ നല്ല വെതർ. സൂപ്പർ വെതർ. സൂപ്പർ വെതർ. ഓക്കെ, സൂപ്പർ വെതർ ആൻഡ് സൂപ്പർ നല്ല വാമൻ സണ്ണി. കഴിഞ്ഞ ദിവസം ഞാൻ അത്രയും ദൂരത്തെ വില്ലേജിലാണ് ഞാൻ അക്കിയ ഹൗസ് കാണിച്ചു തന്നത്. ഓക്കെ, അക്കിയ ഹൗസ് മീൻസ് കാണാത്തവർക്ക് വേണ്ടി വീണ്ടും പറയാണ്, അബാൻഡൻ ഹൗസസ്. ഓക്കെ, സോ കുറെ ജനം പോകുന്ന ഒരു പാർക്ക്. സോ ഇത് ഒരു അക്കിയ ഹൗസാണ് കണ്ടോ, ഈ സിറ്റിക്ക് നടുവിലാണ്. ഓക്കെ, യൊക്കോഹോമയുടെ ഹാർട്ടാണ് അത്. ഫുള്ള് അബാൻഡൻ ചെയ്തിട്ട് പോയേക്കുന്നു. 39/6. ഓക്കെ, നല്ല സക്കൂറുള്ള ഏരിയ. ഞാൻ ഏതെങ്കിലും ഒരു അക്കിയ ഹൗസ് നോക്കിയിട്ടേ വരുള്ളൂ. ബിക്കോസ് ഐ വാണ്ട് ടു സ്റ്റേ ഹിയർ, ഐ വാണ്ട് ടു ബൈ എ ഹൗസ് ഇൻ ഹിയർ. ഓക്കെ, വെക്കേഷൻ ഹൗസ്. ഈ ഒരു വർഷം ഈ 2 പ്രാവശ്യം എന്താ പറയുക, ഹോട്ടലിൽ ഈ 3 മാസം കൊടുത്ത പൈസ കിട്ടണമെങ്കിൽ ഒരു അക്കിയ ഹൗസ് മേടിക്കാം. സത്യം, ഐ എം സീരിയസ്ലി ആക്ച്വലി. ഓക്കെ, പിന്നെ മെയിൻ്റെനൻസിൻ്റെ പൈസ വേറെ ആവുന്നേ ഉള്ളൂ. ഓക്കെ, സോ ഈസിലി ഐ ക്യാൻ ബൈ എ ഹൗസ്. ഐ തിങ്ക് ഐ ഹാവ് ടു എൻജോയ്. ഓക്കെ, ഒന്നാമത്തെ കാര്യം നിങ്ങളോട് പറഞ്ഞു ചോദിച്ച് മനസ്സിലാക്കുന്ന കാര്യമാണ്. സൂപ്പർ. എന്തിനാ ജീവിതത്തിൽ എൻ്റെ ഫ്ലവേഴ്സൊക്കെ മഴയെല്ലാം വന്നുകൊണ്ട് എല്ലാം പോയി കണ്ടോ. ഓക്കെ, സോ എല്ലാം പോയി. മഴ വന്നപ്പോൾ പെട്ടെന്ന് വെള്ളം വീണാൽ പെട്ടെന്ന് ഇതാകും. ഇതിൻ്റെ ഇതാ പെട്ടെന്ന് ഇതാകും.
വണ്ടി വരുന്നു. ഇതുപോലെ ഉണ്ട് സപ്പൂറ പൂത്ത് നിൽക്കുന്ന മരങ്ങളുടെ വീട്ടിൽ അല്ലെ, അവിടെ ഒരു വീട്ടിൽ ഇങ്ങനെ താമസിക്കുന്നത് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് കണ്ടോ. എപ്പോഴും വണ്ടി പോകും ഇങ്ങനെ ഇതായിട്ട്. തലേ വയ്ക്കാം. ഇരിക്കുന്നില്ല. ഐ ഡോണ്ട് ഹാവ് എ സ്ലൈഡ് ആൻഡ് ഐ ലവ് ഇറ്റ്. ഇങ്ങനെ വല്ല ഇത് റോസപ്പൂ അല്ല, റോസപ്പൂ വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. റോസ കുഞ്ഞായിരുന്നപ്പോഴേ റോസാപ്പൂ വേണമെന്ന് പറഞ്ഞ് അല്ല പൂ വെക്കാൻ ഭയങ്കര ഇഷ്ടം. ഇരിക്കുന്നില്ല. ഞാൻ വിചാരിച്ച എൻ്റെ ഷെയ്ഡ്സ് എടുത്തത്. എന്താണ് ഇവിടെയൊക്കെ ബോർഡൊക്കെ വെച്ചുകൊണ്ട് എല്ലാം ലോക്ക് ചെയ്ത് നിൽക്കുന്നു. ഇതാണോ കാട്? ടൂറിസ്റ്റുകൾ വരുന്നുണ്ടായിരുന്നു. ഓക്കെ, സോ crowd is there. I have to see. പൂ വെക്കാൻ പറ്റാത്തതിന് സങ്കടം. അപ്പം പെട്ടെന്ന് ഇങ്ങനെ ഇതായി പോകും. ഓക്കെ, നോക്കട്ടെ എന്താണ്. പൂ വെക്കുന്നുണ്ട്. അപ്പം end of the ticket counter, end of the line. Okay, ticket is here. Online admission ticket is available here. Okay, ടിക്കറ്റ് ഒക്കെ ഉണ്ട് ഇതിനകത്ത് ഗാർഡനിൽ പോകാനായിട്ട്. ഹരിയത്തെ ദിവസമേ ഓക്കെ, ലൈനിൽ ഇവിടെ നിൽക്കാൻ. അതിനാണ് അവർ ഇനി അടുത്ത ലൈനിലേ ഉള്ളൂ ഞാൻ. ഓക്കെ, അത്ര നല്ല തിരക്കുണ്ട് കേട്ടോ അകത്ത്. സാൻഹേം ഗാർഡൻ ഇതാണ്. ഞാൻ പൂവൊക്കെ ഒന്ന് സർക്കസ് കണ്ടുകൊണ്ട് അപ്പൂപ്പൻ ഇങ്ങനെ ചിരിക്കുകയാണ്. ഓക്കെ, കാരണം ഇതിൻ്റെ ഇത് സ്റ്റെമ്മ് ഇരിക്കില്ല, പെട്ടെന്ന് ഒടിഞ്ഞു പോകും ആയിട്ട്. അത് അവിടെ കൊണ്ടുവന്ന് ഫ്ലവർ വേസ് വെച്ചായിരുന്നു. അതേ പറഞ്ഞു, അതിന് വെള്ളം വീണാൽ പെട്ടെന്ന് അതാകും. നല്ല ഭംഗിയാണ്. ടിക്കറ്റ് ഓക്കെ, ലിസ്റ്റ് ഓഫ് ഇൻഫർമേഷൻ ഇട്ടുണ്ട്. ഇവിടെ നല്ല കിമോണയൊക്കെ ധരിച്ച് ഇവിടെ ഞാൻ പറഞ്ഞില്ല ബസ്സിൽ വന്നതും ഇവിടെ ഞാൻ എൻ്റെ കൂടെ ഇവിടെ കൂടുതലും കാണുന്നത് യൂത്തുണ്ട്. ഓഫ്കോഴ്സ് യൂത്തുണ്ട്. ആഹാ, വാട്ട് എ ബ്യൂട്ടിഫുൾ വ്യൂ. ഓഹ് മൈ ഗോഡ്. അല്ലേ, കിമോണയൊക്കെ ഇട്ട് ആൾക്കാർ ഭയങ്കര ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നുണ്ട് അവിടെ. ഓക്കെ, സോ സീ സ്കൈ കാണാൻ തന്നെ എന്തൊരു ഭംഗി. ബ്ലൂ സ്കൈ. വെയിൽ ഇതാണെന്ന് പറഞ്ഞാലും കോൾഡ് ഉണ്ട് കേട്ടോ. ഓക്കെ, അവർ ഇത്രയും വെയിൽ ഇങ്ങനെ നിന്നിട്ടും ചെറിയൊരു വാമി ഉള്ളതാ. നമ്മുടെ കുഞ്ഞ് താറാവ് പോലത്തെ താറാവായി ആണോ അറിയില്ല. ഡക്ക് ഡക്ക് ഡക്കാണ് രസമുണ്ടൊക്കെ. ഡക്ക് 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 ഡക്ക്. ഒരു കൊറിയൻ ചാനലുണ്ട്, ഡക്ക് ട്രാവൽ എന്നും പറഞ്ഞ്. അവൻ്റെ ആൻറ്റി ഞാൻ വാച്ച് ചെയ്യാറുണ്ട്. അതിനകത്ത് ഈ പറഞ്ഞ കാരണം ഞാൻ കഴിഞ്ഞ തവണ ജപ്പാനിൽ വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ അത് മൊത്തം ഇങ്ങനെ പോകുന്നത് എല്ലാ സീസണിലും പോകുന്ന ഒരു സാധനമാണ്. ഇതിൻ്റെ ഇടയിൽ കൊച്ചിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അവൻ്റെ അതിനകത്ത് ഒന്നുമില്ല. 1.5 മണിക്കൂർ ചിലപ്പോൾ കാണും. ഒരു മണിക്കൂർ ഫുള്ളൊന്നും കാണത്തില്ല, ഇത്തിരി കാണത്തേ ഉള്ളൂ. ഇങ്ങനെ സൈലൻ്റ് വീഡിയോ ആണ്. പക്ഷെ ഇങ്ങനെ പോകുന്ന എല്ലാം ഫുൾ ദ ഹോൾ. ഓ, വൺ പഗോഡ ഇസ് ദേർ. സീ,
ഓക്കെ. ഇവിടെ 9 to ഓപ്പൺ 9 to 5 ആണ്. ഓക്കെ, ഇപ്പോൾ ടൈമിംഗ് ഉണ്ട്. ഓക്കെ, സോ ടിക്കറ്റ് ഞാൻ കണ്ടു. അയ്യോ, ഇത് വെച്ചിട്ട് നടക്കുകയാണ് 900. ഓക്കെ, അവർ നമ്മളിങ്ങോട്ട് കയറുമ്പം കാണിച്ചാൽ മതി ഇങ്ങനെ. ഇത് ടിക്കറ്റ് എടുത്തിട്ട് അവർ കയറുള്ളൂ. എന്താ പകോട, പകോട കണ്ടോ? കണ്ടോ? ഓക്കെ. Oh my God, I'll show you something. Okay. See? എന്താ മനസ്സിലായോ? ടോട്ടോയിസ് ആണ്, ഫുള്ള് ടോട്ടോയിസ് ആണ്. ഓക്കെ, സി I'll show you. See? Oh my God. Oh. See, ഇത് ഒരു ചിമ്മിനി ഹൗസാണ്. ഓക്കെ, അതായത് എന്താ പറയുക, ഇതാണ് സാങ്കേൻ ഹൗസാണ്. ഓക്കെ, ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് ബിഫോർ ഇറ്റ്സ് ബിൽട്ടപ്പ്. ഓക്കെ, സോ ഇത് അവർ ആ റൂമിൻ്റെ അവിടെ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ട് ഇങ്ങോട്ട് മാറ്റിയാണിത്. ഇത്തരം 5 ചിമ്മിനീസ് ഉണ്ട്. ഓക്കെ, സോ അതായത് സ്മോക്ക് ഇങ്ങോട്ട് റൂമിലോട്ടൊന്നും വരാൻ പാടില്ല. എക്സോസ്റ്റ് ഫാനൊന്നും ഇല്ലാത്ത കാലമല്ലേ. സോ ബട്ട് സ്റ്റിൽ അവർ ഐഡിയാസ് ഐ തിങ്ക് ദാറ്റ് അബൌട്ട് ദ ഐഡിയ ആൻഡ് ഓൾ. ഓക്കെ, അതാണ് ഇത് സെപ്പറേറ്റ് ആക്കി ഇവിടെ ഇതിൻ്റെ നമുക്കതിൽ ഒരു ചിമ്മിനി കാണാൻ പറ്റുള്ളൂ ഇവിടെ. ഓക്കെ, സോ അമേസിങ്. സോ 100 years ബിഫോർ ഉള്ള കൺസ്ട്രക്ഷൻ. ദാറ്റ് വിൻഡോ ആ അപ്സ്റ്റെയറിലുള്ള നമ്മൾ സാധാരണ പറയത്തില്ല ഇവിടുത്തെ വീടെല്ലാം വുഡൻ ഹൗസസ് ആണ്, വുഡാണ് കൂടുതലും അങ്ങനെ യൂസ് ചെയ്യുന്നത്. നോ, ദിസ് ഈസ് എ സ്റ്റോൺ ഹൗസ്. ഓക്കെ, സി സ്റ്റോൺ, ഫുള്ളി സ്റ്റോൺ. ഓക്കെ, സോ ഇത്ര വർഷം മുമ്പിട്ട് ടൈൽസ് അതിൻ്റെ ഇത് നോക്ക്, പഴയ വീടിൻ്റെയൊക്കെ സ്ട്രക്ചർ, നമ്മുടെ അറയും വരെയൊക്കെ ഉള്ളതിൻ്റെ ആ ഒരു സ്ട്രെങ്ത്, ആ വുഡിൻ്റെയൊക്കെ സ്ട്രെങ്താണ്. ഒന്നും ചെയ്തിട്ടില്ല. അത് നോക്ക്, അത് പക്ക സ്റ്റോണാണ്. സി, ഇറ്റ്സ് അമേസിങ് സ്റ്റോൺസ് ഹിയർ. ദാറ്റ് വിൻഡോ ഈസ് ലൈക്ക് യു ക്യാൻ സീ ഇറ്റ്, ദാറ്റ് ഈസ് സ്റ്റോൺ. ദാറ്റ് ആ ഫുൾ ഇത് വെച്ചേക്കുന്നത് ഈ ഇതേപോലത്തെ സ്റ്റോണാണ്. സി, ഇത് കണ്ടോ, ഇതാണ് ആ മേളിലും വെച്ചേക്കുന്നത്. അമേസിങ് യാർ, അമേസിങ്, സൂപ്പർ. സി, ഇതാ ഇത് മൊത്തം ഞാൻ ആ നേരത്തെ വെച്ച് റോസ് പോലത്തെ ഉണ്ട്, അതിൻ്റെ റെഡാണ്. ഓക്കെ, അതിൻ്റെ റെഡ് എവിടെയോ 1-2 പൂള് നോക്ക്. സി, ഇതെല്ലാം കൂടെ അങ്ങോട്ടൊന്ന് പൂത്ത് നിന്നാൽ ഉള്ള ഭംഗിയൊന്ന് ആലോചിച്ച് നോക്കി. വാട്ട് എ ബ്യൂട്ടിഫുൾ പിക്ചർ, പെർഫെക്റ്റ്. ഓക്കെ, സോ ഇത്രയും വർഷം മുമ്പ് ജനം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിരുന്നു എന്നുള്ളത് എൻ്റെ ഇതാ കണ്ടോ. ഹാറ്റ്സ് ഓഫ്. ഇവിടെ ഇത് ക്യാമറയും കൊണ്ട് ഒക്കെ വന്നിരിക്കുന്നത് ഇവിടെ ഇത് കാണാൻ കണ്ട നോക്ക്. വരുന്നവരുമൊക്കെ എത്ര ഏജ്ഡായിട്ടുള്ള, ഞാൻ പറഞ്ഞ വെറുതെ അല്ല, എത്ര ഏജ്ഡായിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ. ഇത് അവർ ക്യാമറയായിട്ട് ദേ ആർ വെയിറ്റിംഗ് ടു ഷൂട്ട് സംതിങ്. ഓക്കെ, സോ ദാറ്റ് ബ്യൂട്ടി എവരിത്തിങ്. സി, അതാണ് ദിസ് ഇസ് ആൻ അമേസിങ്. സി,
amazing experience I ever only have in Japan only I had seen. Okay. സോ ബാക്കിയുള്ളിടത്തിലെ യങ്സ്റ്റേഴ്സ് അല്ലേ, യൂത്താണ് ഇതിൻ്റെ പുറകെ ഓടുന്നത്. പക്ഷേ ഇവിടെ ഓരോ മണൽത്തരിയെയും സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഓക്കെ, എല്ലാവർക്കും പ്രഷ്യസ് ആണ്, നമുക്കാണ് ഒന്നും പ്രഷ്യസ് അല്ലാത്തത്. എനിക്കൊരു ബ്യൂട്ടിഫുൾ ഷോട്ട് കിട്ടി. ഞാൻ വെറുതെ അവിടെ നോക്കി ഇവർ ഇതെടുക്കുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ഓക്കെ, സോ അപ്പോൾ ഞാൻ ആ ഫോട്ടോഗ്രാഫറോട് ചോദിച്ചു എനിക്കൊരു ഫോട്ടോ എടുത്ത് തരാമെന്നാണ് ചോദിച്ചത്. പക്ഷെ അവർ വിചാരിച്ച് ഞാൻ അപ്പുറത്തെ കൂടെ നിന്ന് എടുക്കാനായിരുന്നു. ഓക്കെ, ബട്ട് ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. ആ കുട്ടി എൻ്റെ കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട്, ഓക്കെ, ഇറ്റ് വാസ് ആൻ ഓസം എക്സ്പീരിയൻസ്. ഒരു ബ്രൈഡിൻ്റെ ഗ്രൂമിൻ്റെയും കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റി. Okay, that is an excellent shot. It's Sakura. So it was nice. ഇവിടെ കഫേസ് ഒക്കെ ഉണ്ട് കേട്ടോ. കഫേസ് ഉണ്ട്, ഒഫ്കോഴ്സ് പാർക്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബട്ട് ഐ ആം സോ എക്സൈറ്റഡ് ആ ഫോട്ടോഷൂട്ടിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ. ഓക്കെ, ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞില്ലേ, കൊച്ചു ഗോഡ് ബ്ലസ് മീ സംടൈംസ്, നോട്ട് സംടൈംസ്, ഓൾവേസ്. ഓക്കെ, സോ അത് പഗോഡ അവിടെയാണ്. പക്ഷെ പഗോഡയിൽ പോകാൻ പറ്റുമോ? പഗോഡ കയറാൻ പറ്റുമോ? സ്പേസ് ദേർ. ഓക്കെ, can I go? I don't know. Nobody is going. ആരും പോകാത്തടത്താണല്ലോ ഞാൻ പോകുന്നത്. Okay. See, nobody is going this way. I think it's so height or something. നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. ഇനിയും പഗോഡയിൽ എത്ര ഹൈറ്റ് ഉണ്ടെങ്കിൽ കയറാം. വേറെ പണിയൊന്നുമില്ലല്ലോ. കുരങ്ങിൻ്റെ സ്വഭാവമല്ലേ എനിക്ക്. മരത്തെ കയറുക, ഹില്ലിൻ്റെ മണ്ടേ കയറുക. ഫുക്കറ്റി കണ്ടില്ലേ? അതൊരു ബ്രെത്ത് ടേക്കിംഗ് വ്യൂ ആയിരുന്നു. പക്ഷെ ആ ഒരൊറ്റ ഫോട്ടോ ഇതിന് വേണ്ടിയിട്ടാണ്. അത് ഇങ്ങനല്ല, അത് നേരെ ഹൈക്കിങ്. അത് നട്ടുച്ചയ്ക്ക് അവിടുത്തെ പൊള്ളുന്ന 43 സംതിങ് ചൂട്. സി കണ്ടോ? അങ്ങനെ അത് കയറിയതൊരു വല്ലാത്ത, കാരണം അതാ എന്താ പറയുക, നമ്മൾ ഫുൾ എക്സോസ്റ്റഡ് ആയിട്ടിരിക്കുന്ന, വെള്ളമുണ്ട്, കുടിക്കാൻ പറ്റുന്നില്ല. എന്തോ അതെങ്ങനെ എനിക്ക് പറയണമെന്നറിയത്തില്ല. ഞാൻ ഒരുപാട് ഹൈക്കിംഗ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ദാറ്റ് വാസ് ആൻ എക്സലൻ്റ് ആൻഡ് ഡിഫറെൻ്റ് എക്സ്പീരിയൻസ്. ഓക്കെ, സോ സി ഇത് കണ്ടോ, ഇതും മോശമൊന്നുമല്ല. പക്ഷേ ഈ മഴയൊക്കെ ആയിരുന്നുകൊണ്ട് അത് ഫുള്ള് സ്റ്റോണായിരുന്നു. ഇത് നനഞ്ഞ് മുള വെച്ചിട്ടുള്ള, ഓക്കെ, കുറച്ച് ഡേട്ടിയാണ്. ഓക്കെ, ഷൂസ് അത് കണ്ടിന്യൂസ് മഴയല്ലായിരുന്നു. എന്നാൽ അവിടെ അത് സ്റ്റോണില്ല. ഇതുണ്ട്, തടി, ഇവിടെ സ്റ്റോണാണ്. See. Brilliant view.
ഞാൻ ആ വില്ല, അതൊരു വില്ല, ഞാൻ പറയില്ലേ, ഏൻഷ്യന്റ് 1882-ലാണ് നിർമ്മിച്ചത്. അതിനൊരു വേറൊരു ഹിസ്റ്ററി കൊണ്ടുണ്ട്. ഓക്കെ, സോ എന്താ പറയാ, അതിനകത്ത് അന്നത്തെ 1882 ഉള്ള പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. പ്രൈം മിനിസ്റ്ററാണ് അത്, എന്താ പറയാ, പ്രൈം മിനിസ്റ്റർ താമസിക്കാൻ എടുത്ത വില്ലയാണ്. സോ അത് ചൈനീസ്, അതിന്റെ എൻട്രൻസ് ഒക്കെ ചൈനീസ് കൾച്ചർ കൂടെ എടുത്തിട്ടാണ് അത് ചെയ്തത്. ഓക്കെ, സോ അത് അനുസരിച്ചിട്ട് ഈറ്റോ ഹിറോബുമി എന്നാണ് എന്താ പറയുക അയാളുടെ പേര്, അന്നത്തെ പ്രൈം മിനിസ്റ്ററുടെ. അപ്പോൾ പുള്ളിക്ക് താമസിക്കാനായി. ഇതൊന്നും അല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. നമ്മുടെ ഇന്ത്യക്കാർക്ക് വി ഷുഡ് പ്രൗഡ് ഓഫ് ദാറ്റ് ആക്ച്വലി, ബിക്കോസ് നമ്മുടെ സാക്ഷാൽ രവീന്ദ്രനാഥ ടാഗോർ, ഓക്കെ, സോ അദ്ദേഹം ഇവിടെ താമസിച്ചിട്ടുണ്ട് ഫോർ സെവറൽ മന്ത്സ്. ഇവിടെ ഈ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് അവിടെ എടുത്ത പോയമാണ്, അദ്ദേഹം എടുത്ത സ്ട്രേ ബ്രേഡ്സ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, പോയമുണ്ട്. അത് എഴുതിയത് ഈ വീട്ടിൽ വെച്ചിട്ടാണ്. ഓക്കെ, അതൊരു വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ്. രവീന്ദ്രനാഥ് ടാഗോർ കുറേ മാസങ്ങൾ താമസിച്ച വില്ല, അന്നത്തെ പ്രൈം മിനിസ്റ്ററുടെ താമസമില്ല. സ്ട്രേ ബേഡ്സിന്റെ ഇത് ഉത്ഭവം അത് എഴുതിയത് ഇവിടെ നിന്നാണ്. എഴുതിയില്ലെങ്കിലേ ഉള്ള അത്ഭുതം. ഓക്കെ, സോ അത്ര ഇത് ആ വില്ലയിലിരുന്നാൽ ഫുൾ ടോക്കിയോ ബേ ഫുള്ള് കാണാം. ഇറ്റ്സ് നൈസ് വ്യൂ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് അതിനകത്ത് കയറാൻ ഇതില്ല, പെർമിഷൻ ഇല്ല. ഓക്കെ, so we should proud, and now I am very much proud of that. Okay, as an Indian I am very much proud of that. It's രവീന്ദ്രനാഥ് ടാഗോർ താമസവില്ലയിലാണ് ഞാനിവിടെ വന്നതെന്നുള്ളത്. ഓക്കെ, so you have to see. കണ്ടോ, this is what, here I am. Okay, you'll see. ഇതാണ് ടോക്കിയോ ബേ ഫുള്ള് കാണാം. ഓക്കെ, ടോക്കിയോ ബേ ഫുള്ള് കാണുന്നു എന്നുള്ളതല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ്സ്. ഞാൻ നിൽക്കുന്നത് എന്താ പറയുക, 1886 ഉണ്ടാക്കിയ ഒരു ജാപ്പനീസ് ഗവൺമെൻറ്, അന്നത്തെ പ്രൈം മിനിസ്റ്റർ ഉണ്ടാക്കിയ ഒരു ബിൽഡിങ്ങിലാണ്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇവിടെ സെവറൽ മന്ത്സ് നമ്മുടെ എന്താ പറയുക, രവീന്ദ്രനാഥ് ടാഗോർ താമസിച്ച സ്ഥലമാണ്. അദ്ദേഹം ഇവിടെ നിന്നാണ് സ്റ്റേ ബേഡ്സ് എന്ന പോയം എഴുതിയത്. സോ ഇറ്റ്സ് അമേസിങ്, അമേസിങ്, അമേസിങ്. See, I can show you. Here we are. അദ്ദേഹമായിരുന്നു അന്നത്തെ പ്രൈം മിനിസ്റ്റർ. നമ്മുടെ എന്താ പറയുക, രാജാക്കന്മാരുടെയൊക്കെ കൊട്ടാരം കാണാൻ പോകുന്ന പോലെയാണ് ഇവർ ജാപ്പനീസുകാർ ഇവിടെ അവർ മുമ്പ് താമസിച്ചിരുന്ന, അതായത് 16th സെഞ്ച്വറിയുടെ അവസാനവും ഏർലി 17th സെഞ്ച്വറീസിൽ നിർമ്മിച്ചതാണ്. അവർക്ക് താമസിക്കാനായിട്ട് സാമുറായിസ് രാജാക്കന്മാർ അവർ എന്താ പറയുക, അവർക്ക് വേണ്ടി
ഉണ്ടാക്കിയതാണ്. പക്ഷേ ഇത് പിന്നീട് അവർ അവിടുന്ന് ക്യോട്ടോയിലോട്ട് മൂവ് ചെയ്തു. ഓക്കെ, പിന്നെ അതായത് ഏർലി ക്യാപിറ്റൽ എന്ന് പറയുന്നത് ജപ്പാൻ്റെ ക്യാപിറ്റൽ ക്യോട്ടോ ആയിരുന്നു. ഓക്കെ, പിന്നീടാണ് അത് ടോക്കിയോയിലോട്ട് മാറ്റിയത്. സോ അപ്പോൾ അവർ അവിടെ ആയിരുന്നു, അവിടോട്ട് പോകും. അപ്പോൾ അവർക്ക് താമസിക്കാനുണ്ടാക്കിയ അത് ആക്ച്വലി അത് ടീ ഹൗസ് ആൻഡ് ഇത് പ്രാർത്ഥിക്കാനുണ്ടാക്കിയ ടെമ്പിള് അങ്ങനെയൊക്കെ ഉണ്ട് അവിടെ ചെറിയ ഉണ്ടോ, അങ്ങനെയൊക്കെയാണ്. അതൊക്കെയാണ് ഇതിൻ്റെ ഹിസ്റ്ററി. അത് ഇതിൻ്റെ ഇവിടുത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാ ലീവ്സ്, നല്ല കളർഫുൾ ലീവ്സാണ്. ഓക്കെ, സി, അതാണ് അതിൻ്റെ പ്രത്യേകത. ഇത് ഓട്ടം സീസൺ ആകുമ്പോഴത്തേക്ക് വേറൊരു ലെവലെത്തും കേട്ടോ. ശരിക്കും എന്താ പറയുക, ഒരു നല്ല കളർഫുള്ളായിട്ട് വരും. നല്ല എന്താ പറയുക, ചുവപ്പും അല്ല, നല്ല ഓറഞ്ചും ചുവപ്പും കൂടെ ചേർന്ന കളറിൽ ഈ ട്രീസിൻ്റെ ലീവ്സ് എല്ലാം കൂടെ വയ്ക്കുമ്പോഴത്തേക്ക് കാണാൻ എന്താ ഭംഗിയായിരിക്കും. ഇനി നെക്സ്റ്റ് ഓട്ടം സീസണിൽ വരണം, എന്നെ ഓടിച്ചിലേക്ക് കൊള്ളാം. ഓക്കെ, സോ കാരണം കഴിഞ്ഞ തവണ വന്നിട്ട് സമ്മറെല്ലാം കുറേ കണ്ടിട്ട് പോന്നിട്ട് ഞാൻ അപ്പോഴത്തേക്ക് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു മിണ്ടാതെ. വിൻ്ററിൽ ചാടാൻ നോക്കി അല്ല, രണ്ടും കൂടെ നടക്കില്ല എന്നറിയാം. കാര്യം ഈ സീസണും സക്കൂറയുടെ ഇതെല്ലാം കൂടെ ആകുമ്പോൾ വിൻ്ററിൽ വന്നാൽ ഭയങ്കര ഇതായിരിക്കും. അത് അതിൻ്റേതായിട്ടുള്ള ബ്യൂട്ടി ഉണ്ടാവും. ഓക്കെ, വേറെ കുറച്ച് കാര്യങ്ങളും സ്നോയൊക്കെ വീണ് ഇതുപോലത്തെ ഹൗസുകളൊക്കെ പോയി കണ്ടാൽ നമ്മൾ പോയില്ലേ ശിരക്കാപ്പ കോയിലൊക്കെ പോയാൽ ഏറ്റവും ബെസ്റ്റ് സീസൺ വിൻ്ററാണ്. കാരണം ഇതല്ല, ഈ മേൽക്കൂരയിൽ ഇങ്ങനെ വന്ന് ഫുൾ ഐസ്, അതായത് പഞ്ഞി മൂടിയതുപോലെ നിൽക്കും. ഇങ്ങനെ നല്ല ഭംഗിയായിരിക്കും അന്നേരം കാണാൻ. ആ റൂഫിനകത്ത് ഇങ്ങനെ പൊതിഞ്ഞ് നിൽക്കുന്ന വെള്ളത്തൊപ്പി വെച്ച അപ്പൂപ്പന്മാരുടെ പോലെ നിൽക്കും. നല്ല രസമായിരിക്കും. സോ ഇതിനി ഓട്ടം സീസണിൽ വേറെ ലെവലയാ. ഓക്കെ, വാച്ച് ഇറ്റ്, ഫോളോ മീ. സൂപ്പർ സൂപ്പർ യൂസി, നല്ല ഭംഗിയുണ്ട് അല്ലേ, കണ്ടോ കണ്ടോ. സീരിയസ്ലി ഐ ലവ് ഇറ്റ്. എത്ര നൂറ്റാണ്ട് മുമ്പ് നിർമ്മിച്ചതാ. വാവ് സക്കൂറ, വാവ് സക്കൂറ, വാവ് സക്കൂറ, വാവ് സക്കൂറ. ഓക്കെ, എത്ര വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഒരപ്പൂപ്പൻ അവിടെ നിന്ന് പുല്ല് പതുക്കെ ഇങ്ങനെ മാന്തിപ്പറക്കിയിരുന്നു, പാവം. ഓക്കെ, സോ ഏർലി 17th സെഞ്ച്വറി, അതായത് 16th സെഞ്ച്വറിയുടെ അവസാനം ഉണ്ടാക്കിയതാണ്. ഓക്കെ, ഇതെല്ലാം. പക്ഷേ വാട്ട് എ ബ്യൂട്ടിഫുൾ. എത്ര എത്ര എന്താ പറയുക, പീസാണ്, എത്ര ക്വയറ്റാണ്. എൻ്റെ ഷൂ സ്റ്റെപ്സ് നിങ്ങൾക്ക് കേൾക്കാം. എന്തൊക്കെയോ ഫ്ലവേഴ്സാണ്. ഇന്ന് ലഞ്ച് ഇവിടുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഓൾറെഡി 2 o'clock കഴിഞ്ഞു. ഓക്കെ, സോ അപ്പോൾ ഇതിവിടുത്തെ ട്രഡീഷൻ പോലെ എന്തൊക്കെയുണ്ട് ഞാൻ പറഞ്ഞു. എനിക്ക് മറ്റേ ഒന്നും വേണ്ട, അത് അതിൻ്റെ ആയിരുന്നു ഒരു കൺഫ്യൂഷൻ വരുന്നത്. ഇത് ഗ്രീൻ ടീ കോംപ്ലിമെൻ്ററിയാണ് എല്ലായിടും. അതെ, ഹോട്ട് ഗ്രീൻ ടീ. ഇപ്പോഴായിട്ട് വെള്ളം കുടിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇനിയിപ്പോൾ ലഞ്ചൊന്നും കഴിക്കില്ല. ചെന്ന് ഒരു കോഫി കുടിച്ച് എന്തെങ്കിലും ഒരു ബൈറ്റ് സ്നാക്കുണ്ട് എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ പിന്നെ കഴിക്കില്ല. അങ്ങനെ ഈ തണുപ്പൊക്കെ ഇത് കഴിയുമ്പോൾ ഡിന്നർ നമുക്ക് കഴിക്കാൻ പറ്റില്ല. പൊതുവേ ഞാൻ ഡിന്നർ ലേറ്റായിട്ട് കഴിക്കില്ല. ഓക്കെ, സോ ഈ കറങ്ങിയും തിരിഞ്ഞും എല്ലാം വന്നു കഴിയുമ്പോഴത്തേക്ക് കോഫി കുടിച്ച് കഴിയുമ്പോൾ പിന്നെ അങ്ങ് വിശപ്പ് പോകും. അതുകൊണ്ട് ഇപ്പോൾ ഇത് കഴിച്ചായിട്ട് ഓക്കെ, ലഞ്ചും ഡിന്നറും എല്ലാം കൂടായി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആകെ ഒരു പാൻ കേക്കാണ് കഴിച്ചത്. ഓക്കെ, വിത്ത് കോഫി. ഇത്രയും നടന്നാൽ നല്ല റൗണ്ടുണ്ട് കേട്ടോ, നല്ല ഏരിയ. ഒരു ഹോൾ ഡേ നടക്കാനുണ്ട്. സോസം
വെയിറ്റിംഗ് ടു സോ ലഞ്ച് കഴിച്ചിട്ട് ഞാൻ ഇനി റൂമിൽ പോകാം. കാരണം അവിടെ ഇപ്പം വെതർ ചേഞ്ചായി കേട്ടോ. വെതർ ചേഞ്ചായി. എന്താ പറയുക, ആ സണ്ണൊക്കെ അങ്ങ് പോയി. ഇപ്പം കുറച്ച് ഡിമ്മായി വലിയ കോൾഡായി തുടങ്ങിയില്ല. എന്നാലും ഓക്കെ, ഗ്രീൻ ടീ നമുക്ക് ഫില്ല് ചെയ്ത് കുടിക്കാം. ഓക്കെ, സോ ഞാൻ കുറച്ചും കൂടെ ഗ്രീൻ ടീ എടുക്കട്ടെ. ആരെ കറക്കുന്ന ഗ്രീൻ ടീ. ഓക്കെ, ഇവിടെ എല്ലാത്തിനും കൂടെ നൂഡിൽസ് അത് കഴിക്കണം. അതുകൂടെ കഴിച്ചേ പറ്റൂ. എത്ര കൊട്ട നൂഡിൽസ് ഉണ്ട്. ഞാൻ എന്തോ ചെയ്യുമെന്ന് ഓർക്കുന്നത്. എനിക്കൊരു ഇത്തിരി എടുക്കാൻ കഴിക്കിയത് എന്നെ കൊണ്ട് കഴിക്കാൻ പറ്റില്ല. ഇത്ര ഒരു ബൗള്. ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ട് ഫിഷ് കഴിക്കാൻ പോകും. ഫിഷ് ചോദിച്ചു. പാവം ആ ഷോപ്പിൽ ഡക്കിൻ്റെ ഒക്കെ മീറ്റുണ്ട്. ഡക്ക് പാവം, അതുങ്ങൾ അവിടെ കിടന്ന് ഇങ്ങനെ തുഴയുന്ന കാണുമ്പോഴത്തേക്ക് എന്നാ ചോദിക്കും ഫിഷും അല്ലേ. അത് എന്ത് ചെയ്യാൻ, അതോർത്താൽ കഴിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഫിഷ് മാത്രം ആ ഒരു ഫീലിംഗ് വരില്ല. ബാക്കിയൊക്കെ ഒരു ഫീല് വരും കേട്ടോ. പാവം കുഞ്ഞു കുഞ്ഞു ഡക്കുകൾ അവിടെ എൻ്റെ ഒക്കെ അച്ഛനും അമ്മയായിരിക്കും ഇതിൻ്റെ പാവം. നല്ല ചൂടുണ്ട് കേട്ടോ. പക്ഷെ ഇന്നലെ ഇതുപോലെ ഒന്നും കിട്ടിയിരുന്നെങ്കിൽ ഒന്നും വേണ്ട, ഇതുപോലെ ഒരു ഗ്രീൻ ടീ ഒരു കപ്പ് കിട്ടിയാൽ മതിയായിരുന്നു. ഇതുപോലെ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റ് മതിയായിരുന്നു. അങ്ങനെ ലിപ്സൊക്കെ ഇങ്ങനെ മരവിച്ച് നമുക്ക് നാക്കൊക്കെ നമ്മൾ തണുത്ത് മരവിച്ചിട്ട് സംസാരിക്കുമ്പോൾ ഉടമ്പളമെന്ന് വരികയായിരുന്നു. ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകളാണ് വരുന്ന ഓരോ ദിവസവും. ഓക്കെ, ഇതിപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം നാം തിരിച്ചു പോകുമ്പോഴൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, ഫ്ലോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ടിക്കറ്റിൻ്റെ അത് പോട്ടെ. ഇപ്പം ഈ ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകളിലെല്ലാം ഈ അടുത്തൊന്ന് ഒന്ന് കഴിയാൻ പറ്റില്ല. ഡക്കിൻ്റെയൊക്കെ അപ്പുറത്താണ്. ഓക്കെ, നമ്മുടെ ഫിഷ് ഇതൊക്കെയാണ്, എഗ്ഗും ഫിഷും. സോ ഇത്രയും റെസ്റ്റോറൻറ്റ്സ് ഇതിനകത്തൊക്കെ എല്ലാവരും വന്ന് കഴിച്ചിട്ടാണ് പോകുന്നത്. കാര്യം എന്തായാലും നമ്മൾ എന്തൊക്കെ രുചിയാകും. ഇപ്പോൾ ഞാൻ കഴിക്കാതെ ഞാൻ കൂടെ കഴിക്കുന്നു. ഓക്കെ, സോ എല്ലാവരും എന്നെ പോലെ ഒറ്റയ്ക്ക് എത്തും. ഒരു ഗ്രൂപ്പ്, ഫാമിലി, കപ്പിൾസ് അങ്ങനെ ആയിട്ടൊക്കെ നല്ല നല്ല ബിസിനസ്സാണ് കേട്ടോ. അങ്ങനെ വേണം. Like this, no fry, like this pork, no fish, fried. フライは、フライは、フライ大丈夫よ。OK よ。天ぷらね、はい。ベジタブルと、あとシュリンプ。シュンプ、じゃあ天ぷらうどん。シュンプ。天ぷらうどん。で、it's okay. ഞാനൊരു ശ്രിമ്പായിരുന്നു പറഞ്ഞത്. പക്ഷെ അവരുടെ കമ്മ്യൂണിക്കേഷന് ഞാനുമായിട്ട് ഒരു രക്ഷയില്ല. എനിക്ക് ഈ വെള്ളം നൂഡിൽസാണ് പിന്നെ കൊണ്ടുവരുന്നത്. പക്ഷേ ഇതിനകത്ത് എഗ്ഗുണ്ട്. ഓക്കെ, നോക്കട്ടെ, കാണിച്ചു തരാം. ടേസ്റ്റൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഷ്രിമ്പാണ് ഞാൻ ഉദ്ദേശിച്ചത്.
എന്ത് പൊടിയാണോ എന്തോ ചുമ്മാവൻ കൊട്ടിയിടുക. പുളി എരിവൊക്കെ ഉണ്ട്. സുഖമുണ്ട്. ഷ്രിമ്പ് ഞാൻ പിന്നെ വേറൊരു പണ്ട് ഞാൻ എന്താ പറയുക റെസ്റ്റോറൻറ്റൊക്കെ പോയി ഇരിക്കുമ്പോഴത്തേക്ക് ഞാനും വീണ്ടും കൂടെ പുള്ളിക്കാരനോട് പറഞ്ഞ് ഓർഡർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആൻസർ തരും. അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ വേറെ ഓപ്പോസിറ്റ് ടേബിളിൽ ഇരിക്കുന്ന ആൾക്കാരുടെ ഡിഷ് എന്തുവാ ഇതേപോലെ മനസ്സിലാവത്തില്ലെങ്കിൽ ഏതാണെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ആ ഡിഷ് മതി എന്ന് പറയാം എന്ന് പറഞ്ഞ പോലെ ഞാനിപ്പോൾ അതാ ഓർത്തത്. ഞാൻ ഇവിടെ നിന്നിട്ട് ഇത് കൊണ്ടുവന്ന് ഇതല്ല എനിക്ക് വേണ്ടത്. ഓപ്പോസിറ്റ് ഇരിക്കുന്നവർ അവരുടെ അത് കാണിച്ചു കൊടുത്തത് ഷ്രിമ്പും ഒക്കെ അന്നേരം പറഞ്ഞായിരുന്നു പിന്നെ അത് ക്യാൻസൽ ചെയ്യണ്ടേ. പറഞ്ഞു ഓക്കെ എന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇന്നലെ ഹോൾഡേ ഇന്നലെ ആ തണുപ്പിൻ്റെ എനിക്ക് ഈ ബാക്കൊക്കെ കൊണ്ട് ഭയങ്കര പെയിനായിരുന്നു ആയിട്ട്. ഇതുപോലെ എന്തെങ്കിലും ഒന്ന് ചൂടോളം കിട്ടിയിരുന്നെങ്കിൽ. ഐസ്ക്രീമും ഒക്കെ ഉണ്ട്. രാവിലെ വന്ന ക്ലൈമറ്റ് ആയിരുന്നെങ്കിൽ ഒരു ഐസ്ക്രീം ഇവിടെ വന്നിട്ട് ഇന്നലെ ഐസ്ക്രീം കഴിച്ചില്ല. ഇതേ പിടിക്കട്ടെ. നൂഡിൽസ് വലിയ നൂഡിൽസ് ഇന്ന് അവിടെ നിൽക്കുന്നില്ല കേട്ടോ. ഓടും ഇത്രയും വലിയ നൂഡിൽസ് ഞാൻ ഇപ്പോഴാണ് കഴിക്കുന്നത്. ഒരു രക്ഷയില്ല. ഓക്കെ എൻജോയ് യുവർ മീൽ. ബൈ. അതിൻ്റെ ഒരു ഭാഗം എന്താ ഭൂകമ്പത്തിലൊക്കെ തകർന്നു പോയ ഒരു ഇതുണ്ട്. അത് എന്ത് തകർന്നാലും അതിൽ നിന്നൊക്കെ എന്താ പറയുക ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ജനതയാണ് ജാപ്പനീസ്. ഓക്കെ സീരിയസ്ലി ഹാറ്റ്സ് ഓഫ്. എത്ര ഭൂകമ്പങ്ങളും എത്ര എന്താ പറയുക അഗ്നിബാധകളും എന്തൊക്കെ ഉണ്ടായ നാശങ്ങളുണ്ടായതാണ്. ഓക്കെ അതെല്ലാം ഈ നമ്മളിപ്പം കണ്ടുകൊണ്ടിരുന്ന ഓരോ എന്താ പറയുക ഹിസ്റ്റോറിക്കൽ പ്ലേസസ്, ടെമ്പിൾസ്, ഷ്രൈൻസ്, എവറിത്തിങ്. ഓക്കെ മ്യൂസിയംസ് ഓൾമോസ്റ്റ് ഓൾ 90% കൂടുതലും അതിന് ഒരുപാട് തവണ കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളതാണ്. ഞാൻ ഒസാക്ക കാസിലവിടെ വെച്ചാണെന്ന് പറയുന്നത് 4 തവണ അത് എന്താ പറയുക ഡാമേജ് ആയിട്ടുള്ള ഒരു കാസിലാണ്. ഓക്കെ അതുപോലെ കാസിൽസ് എല്ലാം. പക്ഷേ നമ്മളിപ്പോൾ ഓരോ തവണയും ചെന്നിപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ കണ്ട് ഇനി പോകുമ്പോൾ കാണും ഓരോ തവണ കാണുമ്പോഴും അത് എന്താ പറയുക ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാൽ ആ നൂറ്റാണ്ടിലുണ്ടാക്കി വെച്ചതുപോലെ തന്നെ നമുക്ക് അത് നമുക്കവിടെ എഴുതിയല്ലേ കണ്ടില്ല എങ്കിൽ നമ്മളതിനെക്കുറിച്ച് അറിയില്ല എങ്കിൽ നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല. അത്ര പെർഫെക്റ്റാണ് എവറിത്തിങ് സോ പെർഫെക്റ്റ്. സോ ഈ ഇത്രയും ആൾക്കാരുടെ കൂട്ടത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഇന്ത്യൻ. ഓക്കെ സോ അത് തകർന്ന ബിൽഡിങ് ഒക്കെ കാണുമ്പോഴത്തേക്ക് നല്ല വിഷമമുണ്ട്. എന്നാലും ഓക്കെ എന്ത് ചെയ്യാൻ. ഐ ഹോപ്പ് യു എൻജോയ് ഓൾ ദിസ് വീഡിയോ. ഐ തിങ്ക് ഓക്കെ ഇതുപോലുള്ള എന്താ പറയുക കുറച്ച് കുഞ്ഞി കാര്യങ്ങളും കുറേ കാഴ്ചകളും ഓക്കെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ടാലും ഇല്ലേലും കാരണം എനിക്കറിയണം. ഓക്കെ സോ കാരണം നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ആകെയുള്ള കമ്മ്യൂണിക്കേഷൻ പാത്ത് നിങ്ങളാണ്. ഓക്കെ സോ നിങ്ങൾ അത് കമൻറ്റ് ചെയ്യുക, എന്നെ നന്നായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുക. ഓക്കെ എങ്കിൽ മാത്രമേ എനിക്ക് പിന്നെയും
എന്താ പറയുക ബെറ്റർ ആയിട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇത് ഒരു എക്സ്പീരിയൻസും ഇല്ല, 0 എക്സ്പീരിയൻസ് ആണ്. ഒരു ഫോട്ടോയ്ക്ക് നിൽക്കാൻ അറിയാത്ത ഞാനാണ് ഇതൊക്കെ ചെയ്യുന്ന ഈ കസർത്തൊക്കെ കാണിക്കുന്നതെന്ന് ഓർക്കണം. സോ അതുകൊണ്ട് പ്ലീസ് ബി വിത്ത് മീ. ഓക്കെ, പ്ലീസ് ബി വിത്ത് മീ ആൻഡ് സ്റ്റേ സേഫ്. ഓക്കെ, അടിക്കത്ത ദിവസം സേ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.